നമ്മുടെ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് ഇപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. അതിപ്പോ എന്ത് തൊട്ട് കഴിഞ്ഞാലും എല്ലാ അബദ്ധങ്ങളും പുറത്തോട്ട് ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വോട്ട് കട്ടത് മുതൽ അങ്ങോട്ട് നമ്മുടെ നാഷണൽ ഒരു ഇന്റർനാഷണൽ എല്ലാ അഫയേഴ്സും നമുക്ക് വളരെ മോശമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മൊത്തം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബി.ജെ.പി എന്നുള്ള ആൾക്കാരെ മാറ്റി ബി.ജെ.പി RSS സംഘപരിവാറിനെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ മറ്റ് ഏത് പ്രതിപക്ഷ പാർട്ടിക്കാരെ എടുത്തു കഴിഞ്ഞാലും ആളുകളുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം എപ്പോഴും ഉണ്ട് അല്ലെ. അപ്പൊ അതിനെങ്ങനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ബി.ജെ.പിയിലോട്ടാക്കാം അല്ലെങ്കിൽ വോട്ടാക്കാം എന്നുള്ള ചിന്തയിൽ നടക്കുന്ന പാർട്ടി തന്നെയാണ് ബി.ജെ.പി. അപ്പം പ്രത്യേകിച്ച് ഭരണ നേട്ടങ്ങളും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ വിശ്വഗുരുവിന്റെ പ്രഭാവമൊന്നും ഇല്ലാത്തൊരു അവസരത്തിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബി.ജെ.പി അല്ലെങ്കിൽ ചാടി പിടിക്കാൻ പോകുന്നത് ആളുകളുടെ ഇടയിൽ ഒരു മുസ്ലിം വിരോധം മറ്റ് ഇങ്ങനെ കമ്മ്യൂണൽ ഒരു വയലൻസ് ഇഷ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി.ജെ.പി ഇപ്പോഴും ചെയ്യാറ്. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ മാറ്റി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലോട്ട് ഇപ്പോഴും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിൽ ഹരിയാനയിലാണ് അസാമിലൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, അവിടെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു എന്താ പറയുക ഈ ഒരു ഇസ്ലാമോഫോബിയ കൊണ്ടുവരിക, മുസ്ലിമിനെ അങ്ങനെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പം ഇന്നലെ നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് എക്സിൽ. ഇടക്കിടക്ക് പറയാറുണ്ട് എപ്പോഴും ഒരു മുസ്ലിം വിരോധം പറഞ്ഞിട്ട് 4 വോട്ട് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസ്റ്റർ മൈൻഡുള്ള ആളുകളൊക്കെ തന്നെയാണ് സംഘപരിവാർ. അതിൽ പ്രധാനിയാണ് അമിത്ഷാ എന്ന് പറഞ്ഞ ആള് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അമിത്ഷാ ഇന്നലെ ഇട്ട പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. അതായത് അമിത്ഷായുടെ ഒഫീഷ്യൽ ട്വിറ്ററല്ല എക്സ് അക്കൗണ്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇൻ ദ സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് 1951 മുതലാണ് സെൻസസ് എടുത്തിട്ടുള്ളത്. 51 മുതൽ 2011 വരെയുള്ള സെൻസസുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്, ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം പ്രത്യേകിച്ച് ഏതൊരു ഹിന്ദുക്കൾ എന്നല്ല ബി.ജെ.പി ഹിന്ദുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 2047 ആകുമ്പോഴേക്കും ഇന്ത്യ മുസ്ലിം രാജ്യമാകും. ഈ മുസ്ലിങ്ങളുടെ ഉയർച്ച ആ രീതിയിലാണ്, അവർ ആ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയും സെക്യൂർഡ് അല്ലാത്ത ഒരാളുകളാണ് ഹിന്ദുക്കൾ. അതായത് വെറും 14% മാത്രമുള്ള മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് 80%-ഓളമുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ ബി.ജെ.പിക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒരു പേടി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ബി.ജെ.പിനെ തന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ തീർക്കും, നിങ്ങളുടെ അവരെടുത്ത് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസം അസാമിലൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതായത് ഒരു 10-20 കൊല്ലം കൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാവും, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നും പറഞ്ഞൊരു വീഡിയോ വരെ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് പറഞ്ഞ നമ്മുടെ അമിറ്റിന്റെ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് 1951 ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞത് 84.1%, മുസ്ലിങ്ങൾ 9.8%. അത് കഴിഞ്ഞ് 1971 പിന്നത്തെ സെൻസസിൽ ഹിന്ദുക്കൾ 82.72%, മുസ്ലിങ്ങൾ 11% കൂടി. അപ്പം അവിടെയുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു അല്ലേ. 2% ഹിന്ദുക്കൾ കുറഞ്ഞു, അതായത് 1.38% ഹിന്ദുക്കളുടെ ടോട്ടൽ കൗണ്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾ 1.2% ആണ് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ കൂടുന്നത്. പിന്നെ 1991 വരുന്നത്. അവിടെ 1.72% ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. പെർസെൻറ്റേജ് ആട്ടോ ഞാൻ ഈ പറയുന്നത്. അതേ സ്ഥാനത്ത് 11% മുസ്ലിങ്ങൾ 12.1, അതായത് 1.12% മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു പെർസെൻറ്റേജ്. അത് കഴിഞ്ഞ് 2001 സെൻസസിൽ ഹിന്ദുക്കളുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 80.5% ആവുന്നുണ്ട്. 80% ഹിന്ദുക്കൾ വരുന്നു. അവിടെ മുസ്ലിങ്ങൾ 13.4% വരുന്നു. അത് കഴിഞ്ഞ് 2011 ലാസ്റ്റ് സെൻസസിൽ ഹിന്ദുക്കൾ 79% വരുന്നത്, മുസ്ലിങ്ങൾ 14.2%. അങ്ങനെ പറയുമ്പോൾ ഏകദേശം 0.8% മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു. അവിടെയും 1.5% ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് അമിത്ഷാ ഇങ്ങനെ ഒരു ട്വിറ്റർ പോസ്റ്റിൽ അമിത്ഷാ കാണിക്കുന്നത്. ഓരോ വർഷവും ഹിന്ദുക്കൾ 1.2, 1.2, 1.3 അങ്ങനെ ഓരോ പെർസെൻറ്റേജിൽ 1.5% വെച്ച് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾ ഓരോന്നിലും 1.12%, 1.25%, 0.8% എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ ഒരു കൗണ്ട് നമ്മുടെ മുമ്പിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജിന്റെ കൗണ്ടാണ് നമ്മുടെ മുമ്പിലോട്ട് അമിത്ഷാ വെച്ച് തരുന്നത്. അപ്പൊ നമ്മൾ ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ പേടിച്ച് ഇത് കാണുന്ന ഈ സോഫ്റ്റ് ഹിന്ദുത്വമുള്ള അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകൾ തമ്പുരാൻ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് രാജ്യം നഷ്ടപ്പെടും, ഈ പറഞ്ഞ മുസ്ലിങ്ങൾ 10-20 കൊല്ലം കൊണ്ട് ഇത് എടുക്കുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ആളുകളുടെ ഇടയിലോട്ട് ഇത്തരത്തിലുള്ള ഒരു ദേഷ്യം കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കണക്കുകൾ ഇങ്ങനെ വെച്ച് വിടുന്നത്. ഇനി നമ്മൾ ഈ ഒരു കൗണ്ട് ഇത് പെർസെൻറ്റേജ് മാതിരി നമ്മൾ എണ്ണത്തിലോട്ട് എടുത്ത് നോക്കാം. നമുക്ക് ഏകദേശം അവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ എണ്ണത്തിൽ ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ചെറിയ 1.2% ഈ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ്. പക്ഷേ എണ്ണത്തിൽ എങ്ങനെ ഇത് കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിൻ നോക്കേണ്ട കാര്യം. നമ്മൾ എണ്ണം നോക്കുന്ന സമയത്ത് ഇപ്പം 1951
ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 30.4 കോടിയാണ്. 30.4 അത് 61 36.7 കോടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അത് 6.3 കോടി ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്. അപ്പം നിങ്ങളുള്ള 6.3 crores ആണ് കൂടുതൽ. പിന്നെ 71 45.3 45.3 വരുമ്പം 8.6 കോടി ആളുകൾ കൂടുന്നു. 1981 വരുമ്പം 10.96 കൂടുന്നു, അതായത് 56 വരുന്നു. 91 വരുമ്പം 69 crore വരുന്നു, അതായത് 12.8 കോടി എണ്ണം കൂടുന്നു. ഇനി 2001 വരുമ്പം 82 കോടിയായിട്ട് അത് കൂടുന്നു. 13.8 കോടിയാണ് ഹിന്ദുക്കളുടെ എണ്ണം കൂടുന്നത്. 2011 96.6 കോടി, അതായത് 13.8 കോടി വീണ്ടും അവിടെ ഹിന്ദുക്കളുടെ എണ്ണം കൂടുക ചെയ്യുന്നത്. ഇതാണ് നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് 2011 വരെയുള്ളത് കേട്ടോ. അത് ഓരോ പ്രാവശ്യം 10 കോടി 12 കോടി 13 കോടി ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇതിൽ. ഇനി അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1951 3.5 കോടിയുള്ളത്, അത് 1961 4.7 കോടി 1.2 കോടി ആളുകൾ കൂടി. അത് 71 ആയപ്പോഴത്തേക്കും 6.1 കോടി, അതായത് 1.4 കോടി ആളുകൾ കൂടുന്നു. ഇതേ സ്ഥാനത്ത് ഹിന്ദുക്കൾ കൂടുന്നത് 8.6 കോടി. അത് കഴിഞ്ഞ് 1981 1.9 കോടി മുസ്ലിങ്ങൾ കൂടുന്നു. അത് കഴിഞ്ഞ് 91 2.7 കോടി കൂടുന്നു. 2001 ആവുന്ന സമയത്തേക്ക് 13.8 കോടി, അത് 3.1 കോടി ആളുകൾ കൂടുന്നു. 2011 വരുമ്പം 17.2 കോടി മുസ്ലിങ്ങളാവുന്നു, അതായത് 3.4 കോടി അവിടെ ടോട്ടൽ കൂടുന്നു. അപ്പം 2011 സമയം എടുത്ത് നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ കൂടുന്നത്, അതായത് ലാസ്റ്റ് സെൻസസ് 2011 സെൻസസിന്റെ എടുത്ത് നോക്കുമ്പോൾ 3.4 CR ആണ് മുസ്ലിങ്ങളുടെ എണ്ണം ടോട്ടൽ കൂടുന്നത്. അതേ സ്ഥാനത്ത് 13.8 കോടിയാണ് ഹിന്ദുക്കൾ 2011 വരുമ്പോൾ ലാസ്റ്റ് സെൻസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുന്ന കണക്ക്. അപ്പം ഈ ഒരു കണക്ക് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ നമ്പേഴ്സും പറഞ്ഞു ഇതും പറഞ്ഞു. അപ്പം ഈ ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ ഒരു കണക്ക് വെച്ചിട്ട് 10 അല്ല 11 അല്ല 20 അല്ല 30 അല്ല 100 കൊല്ലത്തിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ അപ്പോഴും 20% താഴത്താണ്ടാവുക. അപ്പോഴും ഹിന്ദുക്കളുടെ പെർസെൻറ്റേജ് ആ ഒരു 80 79 80 ആ ഒരു ലെവലിൽ തന്നെ, അല്ലെങ്കിൽ 75 80 ലെവലിൽ തന്നെ നിൽക്കാൻ പോകുന്നുള്ളൂ. ഈ ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇവിടെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. ഈ പറഞ്ഞ പാവപ്പെട്ട സംഘിക്കുട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നേതാക്കൾ എന്നും ഉള്ളിൽ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു വയലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിച്ചു വിടുന്ന കണക്കുകളാണ്. അതായത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനും നോക്കാനും ഇല്ലാത്തൊരു അവസരത്തിൽ, രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയാനില്ലാത്ത സമയത്താണ് നമ്മൾ ഹിന്ദു മുസ്ലിം അടി ഉണ്ടാക്കാൻ എപ്പോഴും ഈ ഒരു സർക്കാർ ശ്രമിച്ചിട്ടുള്ളതും ഈ ഒരു പാർട്ടി ശ്രമിച്ചിട്ടുള്ളതും അതിന്റെ ഭാഗമാണുള്ളത്. ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു നമ്പേഴ്സ് കൂടുന്നത് കുറയുന്നത് എന്നുള്ളത്, ഈ നമ്പേഴ്സ് കൂടുന്നത് കുറയുന്നത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിലെ ഭയങ്കരമായിട്ട് ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യും. അതായത് പ്രഗ്നൻസി ചാൻസ് ഈ ലേഡീസിന്, നമ്മുടെ രാജ്യത്തെ ലേഡീസ്, അത് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള നമ്മളിപ്പം അമിത്ഷാ മുന്നോട്ട് വെച്ചിരുന്നത് നമുക്ക്. അപ്പം ഹിന്ദു മുസ്ലിം 2 കാറ്റഗറി എടുത്തിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രത്തോളം ഇൻഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ട്, അതായത് ഗർഭസ്ഥയാവാനുള്ള സ്ത്രീകളുടെ കഴിവ് അത് പല റീസൺ കൊണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഈ ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പം പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു സ്റ്റഡി ആട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ പ്യൂ റിസർച്ച് സെന്ററും അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലെ ഇത് 2015 വരെയുള്ള ഒരു സ്റ്റഡി ആട്ടോ. 2015 വരെയുള്ള ഒരു പ്രോപ്പർ സ്റ്റഡിയാണ് അവർ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ സ്റ്റഡിയിൽ പിന്നെ IIPS എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എന്താ പറയുക അതോറിറ്റിയാണത്. ഈ 2 അതോറിറ്റിയും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു കണക്ക് മുമ്പോട്ട് വന്നത്. പ്യൂ റിസർച്ച് തന്നെ എടുത്ത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം വിരോധം പരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ എച്ചിൽ മുസ്ലിങ്ങൾ പ്യൂ റിസർച്ചിന്റെ ഇത് കണ്ടോ നിങ്ങൾ, അതായത് ബയാസ്ഡ് അല്ലാത്ത ഒരു റിസർച്ച് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ പുറത്തോട്ട് വെക്കാറ്. പ്യൂ റിസർച്ച് ബയാസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് അതിനെപ്പറ്റി പഠിച്ചവർക്കും അറിഞ്ഞവർക്കും അറിയാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി പ്യൂ റിസർച്ച് തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗർഭം ധരിക്കാനുള്ള ആ ഒരു കഴിവ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് നോക്കാം. 1992 സമയത്ത് ആ ഒരു പെർസെൻറ്റേജ് ഒരു മുസ്ലിമിന് 4.4% അല്ല 4.4 കുട്ടികളെ, അതായത് 4.5 കുട്ടികളെ, ആ ഒരു കണക്ക് വരും, 4 കുട്ടികളെങ്കിലും അവർ അന്ന് പ്രസവിച്ചിരുന്നു ആ ഒരു സമയത്ത്. നിങ്ങൾ നോക്കണം 91. അതേ സംഭവം 98 വരുമ്പോൾ നിങ്ങൾ നോക്കണം 3.6 കുറയുക ചെയ്യുന്നത് 98 വന്ന സമയത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുറഞ്ഞ് 3.4 2.6 2015 അത് 2.6 ആയിട്ട് കുറഞ്ഞു. അതായത് 92 4 കുട്ടികളെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഉണ്ടാവുന്നത് അത് 2.6% ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത് 1.8% ആണ് നമ്മളിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 4.4 കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് 2019 വരുന്ന സമയത്ത് അത് 2% മാറുന്നുണ്ട്.
ഇതാണ് നമ്മുടെ ഗർഭം ധരിക്കാനുള്ള സ്ത്രീകളുടെ കഴിവ്, മുസ്ലിം സ്ത്രീകളുടെ കഴിവാണ് പ്യൂർ റിസർച്ച് പറയുന്നത്. 1.8% 2015 വരെയുള്ള കണക്കിൽ തന്നെ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് നമ്മൾ ഹിന്ദു സ്ത്രീകളുടെ എടുക്കാം. ഇപ്പോൾ ഹിന്ദു സ്ത്രീകളുടെ എടുക്കുകയാണെങ്കിൽ 92-ൽ 3.3 അതായിരുന്നു റേറ്റ്. അതായത് 3 കുട്ടികൾ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ കുട്ടികൾ എന്നുള്ളൊരു കണക്കായിരുന്നു ഈ റേറ്റ് വരുന്നത്. അത് പിന്നെ 1998 വരുമ്പോൾ 2.8 ആവും, 2005 വരുമ്പം അത് 2.6 ആവും, 2015 വരുമ്പം അത് 2.1 എത്തും, 2019 പിന്നെയും കുറയുക ചെയ്യുന്നത്, അത് 1.9 എത്തും. അപ്പോൾ ഒരു ഏവറേജ് കണക്ക് എന്ന് പറഞ്ഞാൽ 1.2% ആണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1.2% ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1.8% ആണ് മുസ്ലിങ്ങളുടെ ഈ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കണക്ക് കിട്ടിയില്ലേ? ഈ പറയുന്നതൊക്കെ വെറും അല്ലെങ്കിൽ ഇതിന് പല റീസൺസ് ഉണ്ട്. മക്കളെ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പല റീസൺസ് കൊണ്ടാണ്. അത് ഇനിയിപ്പം അത് നമ്മുടെ ശാരീരികപരമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും കുറയുന്നുണ്ട്. അതെല്ലാം വേണ്ടാന്ന് വെക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോഴും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന ടോട്ടൽ അത് കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, കൂടിക്കൊണ്ടല്ല ഇരിക്കുന്നത്. പക്ഷേ ടോട്ടൽ കൗണ്ട് വരുമ്പം നമ്മൾ കൂടുന്നു എന്ന് പറയുമ്പം അവരുടെ ലാർജ് എമൗണ്ട് നോക്കണം. അതായത് 30 കോടിയുള്ള ഹിന്ദുക്കൾ 100 കോടിയുടെ അടുത്തോട്ട് വന്ന സമയത്തും മുസ്ലിങ്ങളിൽ നിങ്ങൾ നോക്കണം 3 കോടിയുള്ള മുസ്ലിങ്ങൾ ഈ പറഞ്ഞ പോലെ 16 അല്ലെങ്കിൽ 20 കോടിയിലോട്ട് എത്തുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പെർസെൻറ്റേജും പിന്നെ നമ്പേഴ്സും പിന്നെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റി റേറ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു. അപ്പം ഇനി ഇത് മാത്രമല്ല, ആ ഒരു എക്സിൻ്റെ താഴത്ത് അമിത്ഷാ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ കൂടാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ദ മേജർ റീസൺ ഫോർ ദ ഡിസ്പാരിറ്റീസ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഫ്രം 1951 to 2011 ഈസ് ഇൻഫിൽട്രേഷൻ. അതായത് ഈ നാട്ടിലോട്ട്, നമ്മുടെ നാട്ടിലോട്ട് ഇപ്പം വരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്നുണ്ട്. ഇതൊരു വലിയ കാരണമാണ് ഇവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂട്ടാൻ. അവരിവിടെ വന്ന് മക്കളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2011 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കൂടാനുള്ള റീസൺ ഇതാണെന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ അമിട്ട് ഈ പാവം ഹിന്ദുക്കളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ഈ BJPക്കാരുടെ ഉള്ളിലോട്ട് ഒരു അമിട്ട് പടക്കം അവിടെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ബാക്കി ഞാൻ അവിടെ കിടന്ന് പൊട്ടട്ടെ എന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, 2014 മുതൽ 2025 വരെ 11-12 വർഷത്തോളമായിട്ട് നിങ്ങളാ ഭരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് കേന്ദ്രം, നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ നേവി, നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ പട്ടാളം, നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ എല്ലാം, നിങ്ങളുടെ കയ്യിലാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എതിർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾ അത് ചെയ്യാണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കള്ളക്കണക്കുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊട്ട് ഈ ആളുകളുടെ ഇടയിലോട്ട് എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നത്? കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനില്ല. തൊട്ടതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ, നാഷണൽ ന്യൂസുകൾ എടുത്തോ, എല്ലാം അത് ഗോദി മീഡിയ മാറ്റി വെച്ച് യഥാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ BJP പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്റർനാഷണൽ എടുത്തോ, ഫോറിൻ അഫയേഴ്സ് എടുത്തോ, നമ്മൾ മുഞ്ചിത്തെറ്റിരിക്കുന്ന അവസ്ഥയാണ്. വോട്ട് ചോരി എടുത്തോ, എത്ര വോട്ട് എവിടെയൊക്കെ കട്ടിട്ടാണ് ഇവർ ജയിച്ചതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പുറത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെടുത്തോ, പിന്നെ ഇന്ത്യയിലെ സ്ഥലം അദാനിക്കും അല്ലെങ്കിൽ വെറും 1-2 ആളുകൾക്ക്, കോർപ്പറേറ്റിന് ഇന്ത്യനെ മൊത്തത്തിൽ എഴുതി കൊടുത്ത് എന്നും പാവപ്പെട്ടവനാക്കി ഇരുത്തുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ത്യനെ എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കമ്മ്യൂണൽ വയലൻസ് വേണം. ഇങ്ങനത്തെ മുസ്ലിം ഹിന്ദു തമ്മിലടി നടന്നു കഴിഞ്ഞെങ്കിൽ തന്നെ ഇനിയും പവറിൽ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്വീറ്റിലൂടെ, ഈ ഒരു എക്സ് പോസ്റ്റിലൂടെ അമിത്ഷാ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS സംഘപരിവാറിൻ്റെ ഉള്ളിലിരിപ്പ് ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാർക്ക് നന്ന്.